Hello students, in this video we will discuss about the concept yield to call. Yield to call is a financial term that refers to the return a bondholder receives if the bond is held until the call date, which occurs sometimes before it reaches maturity. ഇത് വായിക്കുമ്പോൾ എന്താ മനസ്സിലാവുന്നത്? അതായത് ഒരു ബോണ്ടിൻ്റെ മെച്യൂരിറ്റി ഡേറ്റിന് മുമ്പേ അതിൻ്റെ കോൾ ഡേറ്റ് വരികയാണെങ്കിൽ ആ സമയത്തുള്ള ആ ബോണ്ടിൻ്റെ ഈൽഡിനെയാണ് ഈൽഡ് ടു കോൾ എന്ന് പറയുന്നത്. അതായത് കോൾ ഡേറ്റിൽ അയാൾക്ക് എന്താണോ റിസീവ് ചെയ്യുന്നത്, ഇൻവെസ്റ്റർക്ക് റിസീവ് ചെയ്യുന്ന വാല്യൂ, ദ പ്രൈസ് ഓഫ് ദ ബോണ്ട് അറ്റ് ദ ഡേറ്റ് ഓഫ് കോൾ ബോണ്ട്, ഇതാണ് നമ്മുടെ ഈൽഡ് ടു കോൾ എന്ന് പറയുന്നത് കോൾ ഡേറ്റിൽ. ഈൽഡ് ടു കോൾ അപ്ലൈസ് ടു കോളബിൾ ബോണ്ട്സ്. എന്തായിരുന്നു കോളബിൾ ബോണ്ട്സ് എന്ന് പറയുന്നത്? ദ ബോണ്ട്സ് വിച്ച് ക്യാൻ ബി കോൾഡ് ബാക്ക് ബൈ ദ ഇഷ്യൂവർ. പുട്ടബിൾ ബോണ്ട് എന്തായിരുന്നു? ദ ബോണ്ട്സ് വിച്ച് ക്യാൻ ബി സോൾഡ്. പുട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ സെല്ല് ചെയ്യാണ്, മറ്റത് കോൾ ചെയ്യുക, തിരിച്ച് ബൈബാക്ക് ചെയ്യുന്നതിനെയാണ് കോളബിൾ ബോണ്ട്സ് എന്ന് പറയാം. അപ്പോൾ മാർക്കറ്റ് ഫേവറബിൾ ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിലും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ ഡെപ്റ്റ് ബോണ്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റും എന്ന് വരുന്നൊരു സാഹചര്യത്തിൽ കമ്പനീസിന് എന്ത് ചെയ്യാം? കമ്പനീസ് കോളബിൾ ബോണ്ടാണ് ഇഷ്യൂ ചെയ്തതെങ്കിൽ അവർക്ക് ആ ബോണ്ട് തിരിച്ച് കോൾ ചെയ്യാം. തിരിച്ചെടുത്താൽ അവർ എടുക്കുന്ന ഡേറ്റിനെയാണ് നമ്മൾ കോൾ ഡേറ്റ് എന്ന് പറയാം. ഇപ്പോൾ യൂഷ്വലി ഇത് ബോണ്ടിൻ്റെ മെച്യൂരിറ്റി ഡേറ്റിന് മുമ്പുള്ള ഒരു ഡേറ്റ് ആയിരിക്കും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈൽഡ് ടു കോൾ എന്ന് പറയുന്ന ടേം. ബോണ്ട് ഹോൾഡർക്ക് അന്നപ്പോൾ കിട്ടുന്ന റിട്ടേണിനെയാണ് ഈൽഡ് ടു കോൾ എന്ന് പറയുന്നത്. വിച്ച് ആർ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ദാറ്റ് ലെറ്റ് ബോണ്ട് ഇൻവെസ്റ്റേഴ്സ് redeem the bonds or the bond issuer to repurchase them on what is known as a call date at a price known as the call price. Then ഇതിനകത്ത് കുറച്ച് എസംഷൻസിൻ്റെ ബേസിസിലാണ് ഈ ഈൽഡ് ടു കോൾ ഉള്ളത്. എന്തൊക്കെയാണ് എസംഷൻ? ദ ബോണ്ട് ഇസ് കോൾഡ് ഓൺ ദ ഏർലിയസ്റ്റ് പോസിബിൾ ഡേറ്റ്. നമ്മൾ ഈ ഈൽഡ് ടു കോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും നിയറസ്റ്റ് പോസിബിൾ ഡേറ്റിലാണ്. ഇപ്പോൾ നമ്മൾ ബോണ്ട് ഇഷ്യൂ 5 കൊല്ലം മെച്യൂരിറ്റി ഉള്ള ബോണ്ടാണ്, 2 വർഷത്തിന് ശേഷം അത് കോളബിൾ ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുക 3 വർഷത്തിലാണോ 4 വർഷത്തിലാണോ എപ്പോഴാണ് വിളിക്കണമെന്ന് നമുക്കറിയില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും ഏർലിയസ്റ്റ് ആണ് അവർ കോൾ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് YTC കാണുക, ഈൽഡ് ടു കോള് കാണുക. അപ്പോൾ അറ്റ് ദ ഏർലിയസ്റ്റ് പോസിബിൾ ഡേറ്റ് ആണ്. ദെൻ ദ ബോണ്ട് ഇസ് പർച്ചേസ്ഡ് അറ്റ് ദ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ്. ആ സമയത്ത് എന്താണോ മാർക്കറ്റ് പ്രൈസ് അതിലാണ് എന്താ പറയുക ബോണ്ട് തിരിച്ച് വാങ്ങിക്കുക. ഇതൊക്കെയാണ് എസംഷൻസ്. ദെൻ ദ ബോണ്ട് ഇസ് ഹെൽഡ് അൺടിൽ ദ കോൾ ഡേറ്റ്. കോൾ ഡേറ്റ് വരെ നമ്മളതിനെ ഹോൾഡ് ചെയ്യുന്നു എന്നുള്ള എസംഷനിലാണ്. നമ്മൾ വേറെ ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാതെ അത് ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളൊരു എസംഷൻ. ഈ 3 എസംഷൻസിൻ്റെ പുറത്താണ് ഈ ഈൽഡ് ടു കോൾ പറയുന്ന കോൺസെപ്റ്റ് ഉള്ളത്. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് ഈ തന്നിരിക്കുന്നത്. അതായത് പ്രൈസ് കാണാൻ, അതായത് ഈ കോൾ ഡേറ്റിലുള്ള വാല്യൂവിനെ കാണാൻ നമ്മൾ ക്യാഷ് ഫ്ലോ ബൈ 1 + k⁻1. ഈ സാധനം എന്താണ്? ഇതിന് പ്രസൻറ്റ് വാല്യൂസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ്. എന്നിട്ട് ഓരോ വർഷവും ഇപ്പോൾ y + k⁻2 എന്ന് പറയുന്നത് 2ാമത്തെ വർഷം, 3 എന്ന് പറയുന്നത് 3ാമത്തെ വർഷം, അങ്ങനെ എത്ര വർഷം ഉണ്ടെന്ന് വെച്ചാൽ അത് പ്ലസ് m/1 + k. അപ്പോൾ ഇതിനകത്ത് m എന്ന് പറയുന്നത് കോൾ പ്രൈസ് ആണ്, n എന്ന് പറയുന്നത് നമ്പർ ഓഫ് പീരീഡ്സ് അൺടിൽ ഫസ്റ്റ് കോൾ ഡേറ്റ്. ആ ഫസ്റ്റ് കോൾ ഡേറ്റ് വരെ എത്ര പീരീഡ് ഉണ്ട് എന്നുള്ളതിനാണ് n സിഗ്നിഫൈ ചെയ്യുന്നത്. ഇങ്ങനെ ഇത് ചെയ്യാൻ കുറച്ചും കൂടെ കാൽക്കുലേഷൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് പ്രസൻറ്റ് വാല്യൂ ടേബിൾ ഉണ്ടെങ്കിൽ ഇത് സുഖമായിട്ട് ചെയ്യാം. എന്താണ്? ക്യാഷ് ഫ്ലോ ഇൻറ്റു പ്രസൻറ്റ് വാല്യൂ ആനുവിറ്റി ഫാക്ടർ. സാധാരണ ക്യാഷ് ഫ്ലോസ് സെയിം ആയിരിക്കും. ഇപ്പോൾ 15% ബോണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ആ ഫേസ് വാല്യൂവിൻ്റെ 15% കിട്ടും. അപ്പോൾ അത് സെയിം ആയിരിക്കും. അപ്പം ക്യാഷ് ഫ്ലോ ഇൻറ്റു പ്രസൻറ്റ് വാല്യൂ ആനുവിറ്റി ഫാക്ടർ ഫോർ ദാറ്റ്, ഇപ്പോൾ 5 ഇയേഴ്സ് ആണെങ്കിൽ 5 ഇയേഴ്സിലേക്കുള്ള എത്രയാണോ റേറ്റ്, ആ റേറ്റ് വെച്ച് കണ്ടു കഴിഞ്ഞാൽ സുഖമായിട്ട് ചെയ്യാം. പ്ലസ് കോൾ പ്രൈസ് ഇൻറ്റു പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ. ഈ കോൾ പ്രൈസ് ആ ലാസ്റ്റ് ഇയറിലാണ് കിട്ടുക. അപ്പോൾ അവിടെ നമ്മൾ ആനുവിറ്റി ഫാക്ടർ ടേബിളല്ല നോക്കുക, അവിടെ നമ്മൾ പ്രസൻറ്റ് വാല്യൂ ടേബിളാണ് നോക്കുക. അപ്പോൾ അങ്ങനെയാണ്. ഇങ്ങനെ ഈ ഒരു ഫോർമുല ആയിരിക്കും കുറച്ചും കൂടി ഈസിയറായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുക. കാരണം കുറച്ച് മെച്യൂരിറ്റി ഡേറ്റ് കൂടുതലുള്ള, മെച്യൂരിറ്റീൻ്റെ ഇയേഴ്സ് കൂടുതലുള്ള
ബോണ്ടുകളാണെങ്കിൽ നമുക്ക് ഈ റേസ് ടു ഇതിനെ സ്ക്വയർ ചെയ്യാനും ഡബിൾ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. സൂര്യ ലിമിറ്റഡ് ഹാസ് എ 14% ഡിബെഞ്ചേഴ്സ് വിത്ത് എ ഫേസ് വാല്യൂ ഓഫ് ₹100 ദാറ്റ് മെച്യൂവേഴ്സ് എറ്റ് പാർ ഇൻ 10 years. അപ്പോൾ ഡിബെഞ്ചറിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 100 രൂപയാണ്. അതിൻ്റെ കൂപ്പൺ റേറ്റ് എന്ന് പറയുന്നത് 14% ആണ്. ഇപ്പോൾ ബോണ്ട് എന്നുള്ളതിന് പകരം ഡിബെഞ്ചർ ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് എന്നുള്ള രീതിയിലേ ഉള്ളൂ. അതൊക്കെ എല്ലാത്തിനും ഒരേ രീതിയാണ്. ദ ഡിബെഞ്ചർ ഈസ് കോളബിൾ ഇൻ 5 years at ₹114. അപ്പോൾ കോൾ പ്രൈസ് എന്ന് പറയുന്ന എം എന്ന് പറയുന്നത് 114 ആണ്. ഇറ്റ് കറൻ്റ്ലി സെൽസ് ഫോർ ₹105. 105 രൂപയ്ക്കാണ് ഇപ്പോൾ. അതാണ് നമ്മുടെ മാർക്കറ്റ് പ്രൈസ്. കാൽക്കുലേറ്റ് ദ ഫോളോയിങ്. കറൻറ്റ് ഈൽഡും ഈൽഡ് ടു കോളും ഈൽഡ് ടു മെച്യൂരിറ്റിയും ഇങ്ങനെ 3 എണ്ണമാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കറൻറ്റ് ഈൽഡ് ആദ്യം കാണാം. എങ്ങനെയാണ് കറൻറ്റ് ഈൽഡ് കാണാം? ക്യാഷ് ഫ്ലോ ബൈ P0 ആണ് കറൻറ്റ് ഈൽഡ് കാണാനുള്ള ഫോർമുല. ക്യാഷ് ഫ്ലോ എത്രയാണ്? 100 രൂപയുടെ ഡിബെഞ്ചർ 14% അതിൻ്റെ കൂപ്പൺ റേറ്റ് എങ്കിൽ അവിടെ നമുക്ക് 14 നമ്മുടെ ക്യാഷ് ഫ്ലോ. 100 × 14/100 അപ്പോൾ 14 രൂപയാണ് ക്യാഷ് ഫ്ലോ. ഈ 14 ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ആയിട്ടുള്ള കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ആയിട്ടുള്ള 105 എന്നുള്ളത് ഇൻറ്റു അതിനെ 100ലേക്ക് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറൻറ്റ് ഈൽഡ് എന്ന് പറയുന്നത് 13.33% ആണ്. അതായത് ഈ ബോണ്ടിന് ഇപ്പോൾ ഉള്ള മൂല്യം എന്നർത്ഥം 13.33% ആണ്. ഇനി നമ്മൾ YTC കാണാൻ നോക്കുക. ദാറ്റ് ഈസ് yield to call കാണാണ്. Yield to call is a yield that will make the present value of cash flows up to first call date is equal to the price of the bond. അപ്പോൾ yield to call എന്ന് പറയുന്നത് എന്താണ്? ഇതുവരെ കിട്ടിയ, അതായത് കോൾ ഡേറ്റ് വരെ കിട്ടിയ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോസിനെ ഇപ്പോൾ ഉള്ള കോൾ ഡേറ്റിലുള്ള പ്രൈസിന് ഈക്വൽ ആക്കുകയാണ് YTC ചെയ്യുക. അതായത് അസ്യൂമിങ് ദ ബോണ്ട് ഇസ് ഹെൽഡ് ടു ഇറ്റ്സ് ഫസ്റ്റ് കോൾ ഡേറ്റ് ദിസ് ഇസ് കമ്പ്യൂട്ടഡ് ആസ് ഫോളോസ്. എങ്ങനെയാണ് ഇത് കമ്പ്യൂട്ട് ചെയ്യാമെന്ന് നോക്കാം. മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ MP ആണല്ലോ നമ്മൾ കാണുന്നത്. പ്രൈസ് ഓഫ് ദ ബോണ്ടാണ് കാണുക. P is equal to എന്നല്ലേ പറയാം. പ്രൈസ് കാണാൻ നമ്മൾ എന്താ ചെയ്യുക? ക്യാഷ് ഫ്ലോ ഇൻറ്റു പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുവിറ്റി ഫാക്ടർ പ്ലസ്, അതായത് ആനുവിറ്റി ടേബിളിലുള്ള പ്രസൻറ്റ് വാല്യൂ, ദെൻ കോൾ പ്രൈസ് ഇൻറ്റു പ്രസൻറ്റ് വാല്യൂ. ഇതാണ് അതിൻ്റെ ഫോർമുല. അങ്ങനെ നോക്കിയാൽ ഇവിടെ നമുക്ക് ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. 14% ആണ് ഇൻട്രസ്റ്റ് റേറ്റ്. പക്ഷേ നമുക്ക് K എന്ന് പറയുന്ന നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഫോർമുലയിൽ K എന്ന് പറയുന്ന ആ റേറ്റ്, ഈൽഡിൻ്റെ റേറ്റ് YTM എന്നോ നമ്മൾ അത് എത്രയാണ് അതിൻ്റെ പെർസെൻറ്റേജ് എന്നുള്ളത് തന്നിട്ടില്ല. അങ്ങനെ തരാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യാണ്? നമുക്ക് പ്രസൻറ്റ് വാല്യൂ ആനുവിറ്റി ഫാക്ടർ എടുക്കണമെങ്കിൽ വി ഷുഡ് ഗെറ്റ് എ റേറ്റ്. സാധാരണ നമ്മൾ YTM ആണ് അങ്ങനെ എടുക്കുക. പക്ഷേ ഈ YTM ഒന്നും ഇതിനകത്ത് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിനകത്തൊരു ഹിറ്റ് ഓർ മിസ് മെത്തേഡാണ് ചെയ്യുക. ഏതാണ്ട് ഒരു 15% എടുത്തിട്ട് നമ്മളൊന്ന് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് ആൻസർ നമുക്കുണ്ട്. നമുക്കറിയാം 105 ആണെന്ന് അറിയാം. അതാണ് ഞാൻ പറഞ്ഞ ഒരു എസംഷൻസ്. ആ എസംഷൻസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ഇപ്പോൾ എന്താണോ മാർക്കറ്റ് പ്രൈസ് അതിനെയാണ് നമ്മൾ YTC ആയിട്ട് കണക്കാക്കുക. അപ്പോൾ നമുക്ക് ഇതിനകത്ത് 105 എന്നുള്ളത് ആൻസർ നമുക്കുണ്ട്. അപ്പോൾ 105 ഇസിക്കൽ നമുക്കിനി എന്താ വേണ്ടേ? ഈ റേറ്റ് എത്രയാണെന്നുള്ളതാണ് വേണ്ടത്. ഈൽഡ് എത്രയാണെന്നുള്ളതാണ് വേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 15% എടുത്തിട്ട് 14 ഇൻറ്റു, അതായത് ക്യാഷ് ഫ്ലോ ഇൻറ്റു ഈ 15%ൻ്റെ 5 വർഷത്തെ പ്രസൻറ്റ് വാല്യൂ ആനുവിറ്റി ടേബിളിലുള്ള വാല്യൂ ആണ് 3.3522 പ്ലസ് മാർക്കറ്റ് കോൾ ഡേറ്റിലുള്ള കോൾ പ്രൈസ് എന്ന് പറയുന്നത്, മാർക്കറ്റ് പ്രൈസ് അല്ല, സോറി, കോൾ പ്രൈസ് എന്ന് പറയുന്നത് 114 ആണ്, 114. അത് ലാസ്റ്റ് ഇയറിലാണല്ലോ കിട്ടുക, എപ്പോഴാണോ മെച്യൂർ ആവുന്നത്. അപ്പോൾ ഇതിനകത്ത് കോളബിൾ, ആ ക്വസ്റ്റ്യനകത്ത് നമുക്ക് കോളബിൾ എന്ന് പറയുന്നത് 10 വർഷത്തെ മെച്യൂരിറ്റി ആണെങ്കിലും കോളബിൾ ആഫ്റ്റർ 5 years ആണ്. അതുകൊണ്ടാണ് നമ്മളിതിനകത്ത് 5 എടുത്തിരിക്കുന്നത്. 15% 5ാമത്തെ വർഷമുള്ളതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ 5ാമത്തെ വർഷമുള്ള പ്രസൻറ്റ് വാല്യൂ ടേബിളിലുള്ള 15%-ന് നേരെയുള്ള വാല്യൂ ആണ് 0.4972 എന്ന് പറയുന്നത്. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 103.61 ആണ് കിട്ടുക. അപ്പോൾ ശരിക്കും നമ്മുടെ മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? 105 ആണ്. അതിനേക്കാൾ കുറഞ്ഞ ഒരു വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് എന്താ വേണ്ടേ? നമുക്ക് പ്രൈസ് കൂടണം.
പ്രൈസ് എപ്പോഴാണ് കൂടുക? ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോഴാണ് പ്രൈസ് കൂടുക. അറിയാലോ, ദർ ഇസ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബോണ്ട് പ്രൈസ് ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 105 എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് ഒന്ന് കുറച്ചെടുത്ത് നോക്കാം. അതായത് നമ്മളൊരു 14% ഇൻട്രസ്റ്റ് റേറ്റ് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ 14% വെച്ച് ചെയ്യുമ്പോൾ ഇതേ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ 105 is equal to 14 into 14%ൻ്റെ 5 ഇയറിലുള്ള പ്രസൻറ്റ് വാല്യൂ ആനുവിറ്റി ടേബിളിലുള്ള വാല്യൂ ആണ് 3.4331 എന്ന് പറയുന്നത്. പ്ലസ് 114, അതായത് നമ്മുടെ കോൾ പ്രൈസ് ഇൻറ്റു ഈ 14%ൻ്റെ 5ാമത്തെ വർഷമുള്ള പ്രസൻറ്റ് വാല്യൂ ഫാക്ടറാണ് ഈ 0.5194 എന്ന് പറയുന്നത്. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നോക്കൂ, നമുക്ക് കിട്ടുന്ന വാല്യൂ 107.24 ആണ്. അതാ കൂടിയിരിക്കണം. 105 ആണ് നമുക്ക് വേണ്ടത്, ഇപ്പോൾ കിട്ടിയപ്പോൾ കൂടിയിട്ടുണ്ട്. ഇങ്ങനെ രണ്ട് വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ലീനിയർ ഇൻ്റർപോളേഷൻ്റെ സഹായത്തോടു കൂടി നമുക്കൊരു കാര്യം മനസ്സിലായി. ഈ 105 എന്നുള്ള വാല്യൂ ഈ 14ൻ്റെയും 15ൻ്റെയും ഇടയിലാണെന്ന് നമുക്കറിയാം. പക്ഷെ അത് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ലീനിയർ ഇൻ്റർപോളേഷൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ YTC എത്രയാണെന്ന് കാണാണ്, ഈ റേറ്റ് എത്രയാണെന്ന് കാണാണ്. അതിന് ഇത് എങ്ങനെയാണ് ചെയ്യുക ചോദിച്ചാൽ, ലീനിയർ ഇൻ്റർപോളേഷൻ ഫോർമുല പ്രകാരം ലോവസ്റ്റ് റേറ്റ്, ഇപ്പോൾ നമുക്കുള്ള ലോവസ്റ്റ് റേറ്റ് 14 ആണ്. 14 പ്ലസ് നമുക്ക് കിട്ടിയിട്ടുള്ള ഹയസ്റ്റ് കാൽക്കുലേറ്റഡ് വാല്യൂ എത്രയാണ്? 107.24 മൈനസ് ദ മാർക്കറ്റ് പ്രൈസ്, ശരിക്കുള്ളത് എത്രയാണ്? 105 കിട്ടണം. ഡിവൈഡഡ് ബൈ ദ ഹോൾ ഡിവൈഡഡ് ബൈ പിന്നെ നമ്മുടെ ഹയസ്റ്റ് മൈനസ് ലോവസ്റ്റ്. ഹയസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 107.24 ആണ്. അത് മൈനസ് 103.61 ഇൻറ്റു റേറ്റിൻ്റെ ഡിഫറൻസ് 15 മൈനസ് 14. ഇതാണ് ലീനിയർ ഇൻ്റർപോളേഷനുള്ള ഫോർമുല. ഇത് വെച്ച് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 14.62% കിട്ടും. ദിസ് ഈസ് അവർ yield to call റേഷ്യോ റേറ്റ്. yield to callൻ്റെ റേറ്റ് ആണ് 14.62. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഇനി നമുക്ക് അതിൻ്റെ മൂന്നാമത്തെ പാർട്ടിൽ ഈ ക്വസ്റ്റ്യന് ചോദിക്കുന്നത് YTM ആണ്, yield to maturity ആണ്. is a yield that will make the present value of cash flows up to first call date equal to the price of the bond. കോൾ മാർക്കറ്റ് പ്രൈസ് അല്ല, പ്രൈസ് ഓഫ് ദ ബോണ്ടിന് ഈക്വൽ ആക്കുകയാണ് yield to maturity ചെയ്യുക. അതായത് കോൾ ഡേറ്റ് വരെയുള്ള ക്യാഷ് ഫ്ലോസിൻ്റെ പ്രസൻറ്റ് വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ബോണ്ടിൻ്റെ ഫേസ് വാല്യൂയിലേക്ക് മാച്ച് ചെയ്യും. ഓക്കെ, അത് ഇതേപോലെ തന്നെയാണ് ചെയ്യുക. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് ഇസ് ഈക്വൽ ടു ക്യാഷ് ഫ്ലോ ഇൻറ്റു, ആൾക്ക് കൂടെ വ്യത്യാസം എന്താ വരുന്നത്? കോൾ പ്രൈസിന് പകരം നമ്മളിവിടെ ഫേസ് വാല്യൂ ആണ് എടുക്കുക. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഇതിനകത്ത് ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ നമുക്ക് റേറ്റ് എത്രയാണെന്ന് നിശ്ചയില്ല. അപ്പം ഇതേ ഒരു ഹിറ്റ് ഓർ മിസ് മെത്തേഡ് ഇതിനകത്ത് പറ്റുള്ളൂ. അവിടെ നമ്മളൊരു 15% എടുത്ത് YTM കണ്ടു നോക്കുകയാണ്. YTM കാണുന്ന സമയത്ത് ദ മാർക്കറ്റ് പ്രൈസ് ഇസ് ഈക്വൽ ടു 14 ഇൻറ്റു 5.8474 പ്ലസ് 100 ഇൻറ്റു ഈ 100ലാണ് നമ്മൾ മാറ്റം വരുത്തിയിട്ടുള്ളത്. 100 എന്താണ്? നമ്മുടെ ഫേസ് വാല്യൂ ആണ്, ഇൻറ്റു 0.1229. അങ്ങനെ ചെയ്യുമ്പം നമുക്ക് 94.15 കിട്ടി. നമുക്കുള്ള വാല്യൂ എത്രയാണ്? 105 ആണ്. അവിടെ ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് 94 ആണ്. അതായത് ഇനി കൂടണം, പ്രൈസ് കൂടണമെങ്കിൽ ഇൻട്രസ്റ്റ് കുറയണം. ഇൻട്രസ്റ്റ് കുറയണമെങ്കിൽ കുറച്ച് കൂടുതൽ കുറയണം, കാരണം ഇത് 94 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? അടുത്തത് തൊട്ടടുത്ത വാല്യൂ എടുക്കാതെ നമ്മൾ 13% ഒന്ന് എടുത്ത് നോക്കാം. 13% എടുക്കുന്ന സമയത്ത് ബൈ അപ്ലൈയിങ് ദ സെയിം ഫോർമുല നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 106.46 കിട്ടും, കൂടി. അപ്പോൾ പിന്നെ അഗെയിൻ ലീനിയർ ഇൻ്റർപോളേഷൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 13 പ്ലസ് ഹയസ്റ്റ് വാല്യൂ മൈനസ് മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ ഹയസ്റ്റ് മൈനസ് ലോവസ്റ്റ് ഇൻറ്റു ഡിഫറൻസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഇത് ചെയ്യുന്ന സമയത്ത് വി വിൽ ഗെറ്റ് 13.24. അപ്പോൾ ഇതിൻ്റെ yield to maturity എന്ന് പറയുന്നത് 13.24 ആണ്. ദെൻ നമ്മുടെ yield to call എന്ന് പറയുന്നത് the yield to call was 14.62. ഒന്ന് 14.62 മറ്റേത് 14.24
13.24 ആണ് yield to maturity. നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ എടുത്ത് നോക്കാം. ഒന്നും കൂടെ അതിനെ ഒന്ന് ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാൽക്കുലേഷൻസ് ഉണ്ടല്ലോ. Consider a callable bond that has a face value of $100 and pays a semi-annual coupon of 10%. The bond is currently priced at $1175 and has the option to be called at 1,100 5 years from now. അപ്പോൾ അതെങ്ങനെയാണ്? $1000 ആണ് ഫേസ് വാല്യൂ. കൂപ്പൺ എന്ന് പറയുന്നത് 10% ആണ്. ബോണ്ടിന് ഇപ്പോൾ ഉള്ള കറൻറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 1175 ആണ്. കോൾ പ്രൈസ് എന്ന് പറയുന്നത് 1100 ആണ്. ഇത്രയും ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഫോർമുല വെച്ച് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് റേറ്റ് ഡിറ്റർമിൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു വാല്യൂവിനെ അസ്യൂം ചെയ്യുന്നു. 10% വെച്ചിട്ട് നമ്മളൊന്ന് ഊഹിച്ച് കണ്ടു നോക്കുന്നു. 10% വെക്കുന്ന സമയത്ത് വിൽ ബി ഗെറ്റിംഗ് 1062. ഈ 1062 ആവുന്ന സമയത്ത് നമുക്ക് വേണ്ടത് 1175 ആണ്. അപ്പോൾ അതിനേക്കാൾ കുറവാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കൂടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നും കൂടെ കുറച്ചെടുക്കണം. അങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പം ഇപ്പോൾ ഒരു 7%, കുറച്ച് നല്ല ഡിഫറൻസ് ഉള്ളതുകൊണ്ട് നമുക്കൊരു 7% എടുത്ത് നോക്കാം. 7% എടുക്കുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുന്നത്? 1194 ആണ്. നമുക്ക് വേണ്ടത് 1175 ആണ്. ഓക്കെ, ലീനിയർ ഇൻ്റർപോളേഷൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ ചെയ്യുന്നു. ആൻഡ് വിൽ ബി ഗെറ്റിംഗ് ദ YTC ആസ് 7.44%. ഇതോടെ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ കാൽക്കുലേഷൻ ഓഫ് yield to call. And if you still have any doubts, please do contact me. And this is the homework. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുക. ഇതേ സിമിലർ കൈൻഡാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അതിൻ്റെ കാൽക്കുലേഷൻസ് ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.